നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശനെ കഴിക്കാൻ വിളിച്ചില്ലേ? വിളിച്ചു ബാലമ്മാമേ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും നിപ്പുണ്ടല്ലോ, എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോവാ? കേടാ. എന്താടാ ആകാശം അവിടെ നിക്കുന്നേ? ഇങ്ങ് പോരെ. എല്ലാരും ഉണ്ടല്ലോ. സ്വാമികളിയോ, വെള്ളം വേണോ? അതെ, രാത്രിയിലേ വെള്ളം മുറി കൊണ്ടുവയ്ക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ച പോലെ ചവിട്ട് കിട്ടും. രമേശ, ആകാശന് ദാഹിച്ചപ്പോ വെള്ളം എടുത്തു കൊടുക്കാൻ ചാരുമോനോട് പറയാൻ വേണ്ടിയല്ലേ അവൻ റൂമിലേക്ക് വന്നത്. അവൻ വേറെ ആരുടെയും റൂമിലല്ലോ കയറിയത്. മോനെ ഇരിക്കേ, നീ അവിടെ ഇരുന്ന് കഴിക്കേ. കേട്ടോ മക്കളെ, ഏമ നിർബന്ധിച്ച് രമേശനെ കൊണ്ട് മാലടിയിപ്പിച്ചതാ, അല്ലാതെ ഇവനും ഭക്തിയും വിശ്വാസമൊക്കെ എവിടുന്ന? അതെ, ഇവനും ഈ കുടുംബത്തിനും വേണ്ടിട്ടാ ഈ മല ചവിട്ടാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് മാത്രം ഒന്നും കിട്ടാൻ വേണ്ടിട്ടല്ല. എന്നാ പിന്നെ നിന്റെ മോനും കൂടി രമേശന്റെ കൂടെ മാലടിപ്പിക്കായിരുന്നില്ലേ? എന്തു പറഞ്ഞാലും എന്റെ മോൻ എന്റെ മോൻ, എന്നിട്ട് അവന്റെ നെഞ്ചത്തോട്ടൊരു കയറ്റു. വലിയ കഷ്ടം തന്നെ ഇത്. ആ ഗോവിന്ദ, ഭക്ഷണം കഴിച്ച ശേഷം ആ കണക്ക് പുസ്തകം എടുത്തോ. പറമ്പിലെ കണക്കൊക്കെ നോക്കണം. ശരി വരാ, എടുത്തു വെക്കാം. ഇപ്പോ 1000 നാളികേരം കുറവാ ബാല. നന്നായി വളം ചെയ്യണം ഗോവിന്ദ. അതിനുള്ള കാര്യങ്ങൾ എത്രയും വേഗം നോക്കണം. എന്താ? നിന്റെ അച്ഛനും ഗോവിന്ദനും കൂടെ പറമ്പിൽ ആദായത്തിന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ശരി, അവര് നോക്കട്ടെ, ഞാനൊന്ന് പുറത്തു വിടാം. എടാ, നീ അവിടെ നിക്കേ. നീ എങ്ങോട്ടായി പോന്നേ? എടാ, ഇനി മുതൽ ആദായത്തിന്റെ കണക്കുകളൊക്കെ നീ കൂടെ അറിഞ്ഞിരിക്കണം. നിനക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? ഓ, അങ്ങനെ. എടാ, കണക്കെല്ലാം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. ശരി, ശരിയാക്കി തരാം. ഗോവിന്ദൻ മാമ പറമ്പിലെ ആദായത്തിന്റെ കണക്ക് നോക്കാന്ന് തോന്നണല്ലോ. അതെ, എന്റെ പറമ്പിലെ കണക്ക് നോക്കുക. മണ്ണ് ചതിക്കില്ലല്ലോ ഗോവിന്ദ. മാഷ അർത്ഥം വെച്ച് സംസാരിച്ച് തുടങ്ങിയല്ല. ഞാൻ എന്തിനാണ് അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഉള്ള കാര്യം പറഞ്ഞാൽ. ഗോവിന്ദൻ മാമ, പറമ്പിലെ വരവ് ചെലവ് കണക്കെല്ലാം ഇനി മുതൽ എനിക്കും അറിയണം.
എന്റെ പറമ്പിലെ കണക്ക് നീ എന്തിനാ അറിയുന്നത്? ഈ പറമ്പിന്റെയൊക്കെ അവകാശിയായി ഞാൻ ചോദിക്കുന്നു. ഗോവിന്ദമാമ, കണക്ക് ചോദിച്ചത് കാണിക്കണം. ആരാടാ അവകാശി? നീയാണ് ഇതിന്റെ അവകാശിയെങ്കില് ഞങ്ങൾ ആരാ പിന്നെ? ഇവിടുത്തെ പണിക്കാരാണോ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്താ നീ പറഞ്ഞു? ബാല ബാല വേണ്ട, എന്താണ്? ബാല വന്നിരുന്നേ, അവിടെ ഇരിക്കും ബാല. അവന്റെ ഒരു ഇരിക്കും ബാല. വരവ് ചില കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം മോനെ. എന്നാ തനിക്ക് നല്ലത്. ഗോവിന്ദ, ഓ, നീ എന്തിനാ ഈ റാസ്കലിന് കണക്ക് കൊടുക്കുന്നു? ആ വക്കീലിനെ എപ്പോൾ തന്നെ വിളിക്ക്, ഒരു തീരുമാനം ഉണ്ടാക്കണം. വക്കീൽ വരട്ടെ, തീരുമാനിക്കാം. എണീച്ച് പോടാ എന്റെ മുന്നിൽ നിന്ന്. അതെ, ഇവിടുന്ന് ആരും എണീറ്റ് പോകാൻ പോകുന്നില്ല. എല്ലാത്തിനുള്ള ഉത്തര പ്രമാണം പറയും. പ്രമാണം എന്ത് പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആഹാ, ലെമൺ ടീയോ? മോളാനു, ഇതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക. സൂക്ഷിച്ചോണ്ടോണേ. അച്ഛാ, ദാ. ആ, ചോദിക്കുന്നതിന് മുമ്പ് ചായ എത്തിയല്ലോ. ഇത് ലെമൺ ടീയാ? ആ, കൊള്ളാം. അമ്മയ്ക്ക് വേണ്ടേ? അയ്യോ, എനിക്ക് വേണ്ടേ. വൗ, ലെമൺ ടീ സൂപ്പർ. നീ ഉണ്ടാക്കിയതാണോടി? അല്ല, എന്റെ ചാരു ചേച്ചി ഉണ്ടാക്കിയതാ. അമ്മേ, ലെമൺ ടീ കൊള്ളാം. അമ്മന്ന് കുടിച്ചു നോക്കി. എടാ ദേ, ഹാ, ചാരു ചേച്ചിയുടെ കൈപ്പുണ്യം മനസ്സിലാക്ക്. കേറിപ്പൊടിയാത്ത് ഒരു കൈപ്പുണ്യക്കാരി. ചാരു ചേച്ചി, കുഞ്ഞേട്ടൻ ഓഫീസിൽ പോവാൻ റെഡിയായി. ഇങ്ങോട്ട് വന്നേ. ദേ വരുന്നു. അക്കുചേട്ടൻ ഇറങ്ങിയോ? കൗതി, ഞാൻ പോയിട്ട് വരാം. പിന്നെ കൗതി, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊണ്ടുവരണം. ഞാൻ കാത്തിരിക്കും. കൊണ്ടുവരാ അക്കുചേട്ടൻ. ശരി, പോയിട്ട് പോവാ പിന്നെ.